ഹായ് ഹലോ. ഞാനിപ്പോൾ ഒന്ന് പുറത്ത് പോയിട്ട് വന്നേ കേട്ടോ. തേങ്ങ മേടിക്കാൻ പോയതാ, തേങ്ങ ഇല്ലായിരുന്നല്ലോ. അപ്പോൾ തേങ്ങ മേടിക്കാൻ വേണ്ടി പോയതാ. അപ്പോൾ ഇച്ചിരി തേങ്ങയും ഇച്ചിരി ഉള്ളിയും കിഴങ്ങെല്ലാം കൂടെ വാങ്ങിക്കാൻ പോയതാ. ഉള്ളിയുടെ വില കുറഞ്ഞിട്ടുണ്ട്, ഉള്ളിക്ക് കുഴപ്പമില്ല. ഇപ്പം ഉള്ളി ഒരുവിധം നല്ല ഉള്ളി 3.5 കിലോ 100 രൂപയേ ഉള്ളൂ. അത് കഴിഞ്ഞ് ഉരുളക്കിഴങ്ങ് 4 കിലോ 100 രൂപ ഒക്കെ ഉള്ളൂ. പക്ഷേങ്കിൽ തേങ്ങയുടെ വില ഇതെങ്ങോട്ടാ പോകുന്നതെന്ന് ഒരു പിടി കിട്ടുന്നില്ല. 50 രൂപയുടെ തേങ്ങ എൻ്റെ കൂട്ടുകാർ കേട്ടോ. ഇത് 50 രൂപ, ഇതും 50 രൂപയുടെ തേങ്ങയാണ്. ഇത് 50 രൂപയുടെ തേങ്ങ എന്ന് പറയാൻ കാര്യം എന്താണെന്നറിയാമോ? ഞാൻ തേങ്ങ മേടിക്കാൻ ചെന്നപ്പോഴാണെങ്കിൽ ഞാൻ എപ്പോഴും മേടിക്കുന്ന സ്ത്രീയുടെ അടുത്ത് നിന്നാണ് വാങ്ങിച്ചത്. അപ്പോൾ എന്താ പറഞ്ഞാൽ ഇത് ഇപ്പം യൂസ് ചെയ്യാനുള്ളതാണെന്നുണ്ടെങ്കിൽ പൊട്ടിയ തേങ്ങ ഇത് 50 രൂപയുടെ തേങ്ങ 40 രൂപ തന്നാൽ മതിയെന്ന് പറഞ്ഞു. അങ്ങനെ ആ തേങ്ങ ഞാൻ 3 എണ്ണം മേടിച്ചു. അപ്പോൾ ഞാൻ ഇതിന് പൊട്ടിച്ചങ്ങ് ഫ്രിഡ്ജിനകത്ത് വെക്കും. അത് കഴിഞ്ഞിട്ട് ഇത് വന്നിട്ട് 40 രൂപയുടെ തേങ്ങ, ഇത് പൊട്ടാത്ത തേങ്ങയാണ്. ഇതിന് 40 രൂപയാണ് ഇതിൻ്റെ വില. അപ്പോൾ ഈ തേങ്ങയുടെ വില എങ്ങോട്ട് പോകാമെന്ന് ഒരു പിടിയും കിട്ടുന്നില്ല. തേങ്ങയ്ക്കൊക്കെ ഇത്രയും വില കൂടുകയെന്ന് അറിഞ്ഞിരുന്നെങ്കിൽ നമുക്ക് വല്ല തെങ്ങ് വല്ലതും വെച്ച് പിടിപ്പിക്കാമായിരുന്നല്ലേ, തേങ്ങ കൃഷിയെങ്കിലും നടത്താമായിരുന്നു. ഇത്രയും വിലയൊക്കെ ആവും എന്നറിഞ്ഞിരുന്നെന്നുണ്ടെങ്കിൽ. ചുമ്മാ പറഞ്ഞത് നമ്മളെവിടെ പോയി തേങ്ങ കൃഷി ചെയ്യാനല്ലേ, എന്നാൽ കൂടിയും ഒരാഗ്രഹം പറഞ്ഞതാണ് മക്കളെ. പക്ഷേങ്കിൽ ഇത് എന്തുവാ ഈ വില അല്ലേ? എൻ്റെ കൂട്ടുകാർക്കൊക്കെ അവിടെ എങ്ങനെ തേങ്ങയ്ക്ക് വില? ഇന്നലെ അല്ല മെനഞ്ഞാന്ന് ബിഗ് ബാസ്ക്കറ്റിൽ നിന്ന് പിന്നെ എൻ്റെ അച്ഛൻ എന്നുണ്ടെങ്കിൽ സാധനം ഓർഡർ ചെയ്തപ്പം അതിനകത്ത് എണ്ണയും വെളിച്ചെണ്ണയും ഓർഡർ ചെയ്തു. വെളിച്ചെണ്ണ വന്നപ്പം നമുക്ക് ഷോക്കായിപ്പോയി. KPL ശുദ്ധിയല്ലേ, അത് തന്നെ KPL ശുദ്ധി. ഒരു പാക്കറ്റ് വെളിച്ചെണ്ണയുടെ വില 400 രൂപയോ 450 അങ്ങോട്ട് ഇട്ടേക്ക്, 400 തോന്നുന്നു. 1 കിലോയുടെ വെളിച്ചെണ്ണ 200 രൂപ 220 രൂപ അങ്ങോട്ട് കിടന്ന വെളിച്ചെണ്ണയാണ്. ഈ വെളിച്ചെണ്ണയുടെ വില ഇപ്പം ഇത്രയും കൂടിയേക്കുന്നത്. വെളിച്ചെണ്ണയ്ക്കും തേങ്ങയ്ക്ക് എന്നാ വിലയാണ്. അപ്പോൾ ഇതിങ്ങനെ പൊട്ടിയ തേങ്ങ ഇങ്ങനെ വെളിയിലിട്ടിരുന്ന് കഴിഞ്ഞാൽ അത് പന്നലായി. ഇപ്പോൾ അതുകൊണ്ട് ഇങ്ങനെ അങ്ങ് ഓപ്പൺ ചെയ്തിട്ട് വെക്കാമെന്ന് വിചാരിച്ചു. നല്ല തേങ്ങയാണ്, പക്ഷേ 40 രൂപയാണ് ഈ തേങ്ങയുടെ വില. ഇന്നിപ്പോൾ ഇത് പറഞ്ഞതിൻ്റെ കാര്യം വെച്ചാൽ എൻ്റെ കൂട്ടുകാർക്ക് അവിടെയൊക്കെ തേങ്ങയ്ക്ക് എങ്ങനെ വിലക്കുറവൊക്കെ ഉണ്ടോ എന്താണെന്നൊക്കെ അറിയാമെന്ന് വിചാരിച്ചില്ല കേട്ടോ, അല്ലാതെ വേറൊന്നുമല്ല. അപ്പോൾ എൻ്റെ കൂട്ടുകാർ നിങ്ങൾക്കൊക്കെ അവിടെ തേങ്ങയ്ക്കൊക്കെ എങ്ങനെ വിലയെന്നൊക്കെ ഒന്ന് പറ. അതിന് ബാംഗ്ലൂരിൽ മാത്രമേ ഉള്ളൂ ഇത്ര വില കൂടുതലൊന്നും. ഇത് തേങ്ങ കൊള്ളാം, പക്ഷേ ഇതിപ്പോൾ എന്താ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിതിങ്ങനെ എല്ലാം പൊട്ടിച്ചെടുത്തങ്ങ് ഫ്രിഡ്ജിൽ വെക്കണം, അല്ലാതെ പുറത്ത് വെച്ചിരുന്ന് കഴിഞ്ഞാൽ പന്നലായിപ്പോൾ. അങ്ങനെ ഈ തേങ്ങ അങ്ങ് പൊട്ടിച്ചെടുത്ത് വെക്കാമെന്ന് വിചാരിച്ചു. അപ്പോൾ എൻ്റെ കൂട്ടുകാർ നിങ്ങളുടെ അവിടെ തേങ്ങ എന്നാ വില എന്നുള്ളതൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ വെറുതെ ഇതിനെക്കുറിച്ച് അറിയാമെന്ന് വിചാരിച്ചിട്ട് വീഡിയോ ചെയ്തേ കേട്ടോ. അപ്പോൾ നമുക്ക് ഉടൻ തന്നെ അടുത്ത വീഡിയോ വീണ്ടും കാണുമ്പോൾ ടേക്ക് കെയർ, ബൈ, സി യു.